ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബോ ചിന്തനം. ഇന്നത്തെ ഒരു വീഡിയോ കടലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ഈ കടലിൻ്റെ ആഴക്കടലിലേക്ക് നമ്മൾ പോയാലോ, നമ്മളിപ്പോൾ ആഴക്കടലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഗൈസ്, നല്ല ഭംഗിയുള്ള ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കയറി പോകുമ്പോൾ അതാ ഒരു കപ്പൽ കണ്ട്. കപ്പലിൻ്റെ സൈഡിൽ അതിനൊരു വാട്ടർഫാൾ പോലെ കാണുന്നുണ്ട്. അത് എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ എന്താ കടലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ കുറേ ദൂരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ചെറിയൊരു പേടിയുണ്ട് എങ്കിൽ കൂടിയും നമുക്കത് കാണാനൊരു രസമുണ്ട് കാണാതെ കാണുമ്പോൾ. അപ്പോൾ അതാ താഴത്തേക്ക് നോക്കുമ്പോൾ ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടത്. കൂടെ തന്നെ ഷാർക്കിനെയും കണ്ട്. പിന്നെ ഇതാ കുറേ ദൂരെ എത്തിയപ്പോൾ അത് സീഗൾസ്, കടൽ പക്ഷികൾ, കടൽക്കാക്ക എന്നൊക്കെ പറയാം. കടൽ പക്ഷി എന്നാൽ കടൽക്കാക്ക എന്തോന്നാണ് ഇതിനെ പറയാം. എന്തായാലും അത് ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ. ഇപ്പോൾ ഇവർക്കൊക്കെ കര ഏതാണ് ഒറ്റ ഏതാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമുക്കാണ് ഒന്നും മനസ്സിലാവാത്തത്. 4 ഭാഗം കടൽ പോലെ. ഇപ്പോൾ സന്ധ്യകളോട് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കളർ ചേഞ്ചൊക്കെ ആകാശത്തിന് വന്നിട്ടുണ്ട്. അതായത് സൺസെറ്റിനുള്ള പ്രഭാവമായി തോന്നുന്നത്. സൺസെറ്റ് കാണുമ്പോൾ നല്ല തിരമാലകളൊന്നും തീരെ ഇല്ല. വളരെ ശാന്തമായ കടൽ. ഈ സൺസെറ്റ് കാണുന്നതുകൊണ്ട് ദിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നേരെ ഇനി റിട്ടേൺ അടിക്കാൻ പോവാണ്. തിരിച്ചു വരുമ്പോൾ ഇതാ മറ്റൊരു കപ്പൽ. അത് എന്താ എണ്ണക്കപ്പലാണെന്ന് തോന്നുന്നു. നിറയെ ലൈറ്റ് വെച്ചിട്ട് ഈ ഓയിലൊക്കെ ഡ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു സംഭവം. അത് അതുപോലെ സംഭവം രസമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ബൈ.